പഠിച്ചിറങ്ങുന്ന എല്ലാവരും ഒരുപോലെ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ജോലി അല്ലെ. പക്ഷേ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണോ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. കാരണം ജോലികൾ മാറുന്നു, ജോലികളുടെ സ്വഭാവം മാറുന്നു. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റുകൾ ഇന്നും അതൊക്കെ തന്നെയാണ്, ആ പഴയ കുറച്ച് കാര്യങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ലിങ്ക്ഡിൻ. അതിനപ്പുറം നമ്മുടെ ജോബ് സൈറ്റുകളൊന്നും നമ്മൾ സെലക്റ്റീവ് ആകുന്നില്ല ആ ഒരു കാര്യത്തിൽ. അപ്പൊ ഇന്ന് എൻട്രി കൊമേഴ്സിന്റെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യൂറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ജോബ് സൈറ്റുകളാണ്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഒന്നാമത്തെയാണ് ടൈംസ് ജോബ്സ്. അപ്പോൾ ഈ ടൈംസ് ജോബ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫ്രഷേഴ്സ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ജോബ് ലിസ്റ്റിംഗ്സ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. എസ്പെഷ്യലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലൊക്കെ ഒരു ജോലി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെയാണ് ബാങ്കേഴ്സ് ഇന്ത്യ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാലോ, കൂടുതലും ബാങ്കിങ് സെക്ടറിലോട്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഇൻഷുറൻസ് സെക്ടറിലോട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ജോലി അന്വേഷിക്കുന്ന എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കട്ട്ഷോട്ട് ഈ പറയുന്ന ഒരു ടെക്നിക്കൽ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കിൽസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലാണ് പഠിച്ചിറങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ജോബ്സ് ഓറ. സോ ഇതൊരു ഗ്ലോബൽ ജോബ് സെർച്ച് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് കേരളം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ അബ്രോഡ് ഏത് കൺട്രി ആണോ വേണ്ടത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ക്രൈറ്റീരിയ സെറ്റ് ചെയ്തുകൊണ്ട് ജോലി അന്വേഷിക്കാനായിട്ട് പറ്റും. ഇവിടെയും നമുക്ക് ഒരുപാട് സെറ്റ്സ് ഓഫ് ക്വാളിഫിക്കേഷൻസിൽ വരുന്ന ജോലികൾ അവൈലബിൾ ആണ്. അത് മെയിൻ ഫോക്കസ് വരുന്നത് പല കൺട്രീസിലേക്കുള്ള ജോബ്സ് ലിസ്റ്റിംഗ്സ് ഇതിനകത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ്. അടുത്താണ് recruiters.net. അപ്പോൾ ഇതൊരു സിംഗിൾ ഇൻഡിപെൻഡന്റ് പ്ലാറ്റ്ഫോം അല്ല, ഒരുപാട് മിനി ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ ലെവലിൽ ജോലി ലിസ്റ്റ് ചെയ്യുന്ന പോർട്ടൽസിൻ്റെ എല്ലാം ഒരു കോംപ്രഹെൻസീവ് ലിസ്റ്റാണ് recruiters.net എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ക്വാളിഫിക്കേഷൻസ് വെച്ച് നിങ്ങൾക്ക് ക്രൈറ്റീരിയ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റുകളുടെ പ്രത്യേകത മാറുന്ന കാലത്തിനനുസരിച്ചുള്ള ജോബ് പ്രൊഫൈലുകൾ അതിൽ വരുന്ന ലിസ്റ്റിംഗ്സ് ആയിരിക്കും ഈ ന്യൂജൻ പ്ലാറ്റ്ഫോംസിലെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫ്രഷറായിട്ട് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സും പോർട്ടൽസും അല്ലാതെ ഈ പറയുന്ന സൈറ്റുകൾ കൂടെ ഇനി മുതലൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്